ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമുക്കൊരു ക്വാർട്ടേഴ്സ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു ക്വാർട്ടേഴ്സൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു 7 സെൻറ്റിൽ 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഈ കാണുന്നൊരു ക്വാർട്ടേഴ്സ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നൊരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ പെരുമ്പടവ് ടൗണിൽ ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മളെ ഒരു പ്ലോട്ടിലായിട്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ചപ്പാരപ്പടവാണ്. അതുപോലെ വില്ലേജ് നമുക്ക് ചപ്പാരപ്പടം തന്നെയാണ് കേട്ടോ. പിന്നെ താലൂക്ക് വരുന്നത് നമുക്ക് തളിപ്പറമ്പാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കൂടി ഒന്ന് പോയിട്ട് കാണാം. അപ്പോളേ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പെരുമ്പടവ് ടൗണാണ് ആ കാണുന്നത് കേട്ടോ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തളിപ്പറമ്പിനൊക്കെ പോകണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ബസ് റൂട്ടുള്ളതാണ്, ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ടത്തെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതാക്കണം ഈ കാണുന്ന പെരുമ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ക്രിസ്ത്യൻ പള്ളിയെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നായ്ക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണ റോഡാണ്. നമുക്ക് പോകേണ്ടതാക്കണം ഈ കാണുന്ന റോഡിനാണ് പോകേണ്ടത്. അതായത് നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂളിനോട് തൊട്ട് ചേർന്ന് ഓപ്പോസിറ്റ് കിടക്കണം ഈ കാണുന്ന റോഡാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഇവിടെ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം കേട്ടോ. വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാൻ. ഇങ്ങോട്ട് വരും ഇതാക്കണം ആ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് കേട്ടോ. പിന്നെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരും ഇതാണ് നമ്മളെ സ്ഥലം കേട്ടോ. നമ്മളെ സ്ഥലം എന്താക്കണം ഈ ഒരു 7 സെൻറ്റ് ഫുള്ള് ഇതേപോലെ അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. പിന്നെ വാഹനങ്ങളൊക്കെ നേരെ നമ്മളെ വീടിൻ്റെ മുറ്റം വരെ വരാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 2 ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിനുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഇതൊരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിലുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതൊരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിലുള്ളതാണ്. പിന്നെ ഇതാക്കണ മേലെ ഫുള്ള് ഷീറ്റ് ഇട്ടേക്കണം കേട്ടോ, അസ്പെറ്റോട്ട് ഇട്ടേക്കുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തെ സൗകര്യങ്ങളും കൂടി ഒന്ന് പോയിട്ട് കാണാവാ, പോയി നോക്കാം. നമുക്ക് ഈ റൂം ഇതിൻ്റെ കാണിച്ചു കൊടുക്കാം അല്ലേ? ആദ്യം നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. വരി നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഹാൾ ഇതാക്കണേ. ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാള് കണ്ടില്ലേ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഷെൽഫെല്ലാം ഉണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിലുള്ള എല്ലാ ഇതുണ്ട് അല്ലേ? നല്ല ഒതുങ്ങിയ പാകത്തിനുള്ളതാണ്. പിന്നെ നേരമൊക്കെ ഫുള്ള് കാവിട്ടേക്കണതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീടും വെക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി സെറ്റപ്പായിട്ട് കുറച്ചും കൂടി സ്റ്റൈലിൽ വേറെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റൂ അല്ലേ? അതെ. ഇങ്ങോട്ട് വരും ഇതാണ് ആദ്യത്തെ റൂം കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. ഫ്രണ്ടിലോട്ട് ആ ഒരു ഭാഗത്തേക്ക് 2 കളി ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു കട്ടിൽ ഒരു അലമാര കെട്ടിട്ടുണ്ടിട്ടോ അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഉണ്ട് കേട്ടോ. നിലവിൽ ഇപ്പോൾ ഈ ഒരു റൂമിന് 4500 വെച്ചിട്ട് വാടക നിലവിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിപ്പോൾ റൂം തന്നെയാണ്. ഇവിടെ ഈ റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയും വരുന്നുണ്ട്. പിന്നെ എന്നാലും മൊത്തത്തിൽ എല്ലായിടത്തും ഒരേപോലെ കാവ്യാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എല്ലായിടും നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഷെൽഫെല്ലാം ഉണ്ട് കണ്ടില്ലേ. ഇനി ഇങ്ങോട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കളയെല്ലാം വരുന്നത്. അടുക്കളയാണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ്. ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ ഇവിടെ ഷെൽഫെല്ലാം ഉണ്ട്, പൊടികളൊക്കെ എടുത്ത് വെക്കാനുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഇരിക്കണം, ഒരു 4-5 ആൾക്കാരുള്ള ഡൈനിങ് ടേബിളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരെ നമുക്ക് അടുത്ത് കാണാം അടുക്കളയാണ്. അടുക്കളയാണെങ്കിൽ ഇവിടെ സൗകര്യമുണ്ട്. പുറത്ത് വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ ചെറിയൊരു അടുക്കളയായിട്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആലുവാടുപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവെല്ലാം വെക്കാം. പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ബാത്റൂമിൻ്റെ ഒരു സൗകര്യം നമുക്ക് ഇവിടുന്ന് വേണേൽ പോകാം കേട്ടോ. ഉള്ളിൽ നിന്ന് ഉള്ളത് സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നാക്കാം. അതല്ലെങ്കിൽ അവിടെ അടച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ 2 റൂമും സെയിം ഒരേപോലെ ഇതേപോലെ തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഫാമിലിക്കുള്ള ഇതേ സൗകര്യം തന്നെയാണ് ഇപ്പോൾ റൂമുകളൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് പുറത്ത് പോയിട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് പോയിട്ട് കാണും. പോയേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരത്തിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ പെരുമ്പടവ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 മുസ്ലിം പള്ളി ഉണ്ട്. പിന്നെ പ്രശസ്തമായ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് കരിപ്പാൽ നാഗം അമ്പലം ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തെ സൗകര്യമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് വരും നമുക്ക് ഇതിന്റെ ചുറ്റുപാടുള്ള പുറത്തുനിന്നുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പ്ലോട്ടിന്റെ ഈ സൈഡിൽ കൂടി റോഡ് ഉണ്ട് അല്ലേ? അതെ, ഈ സൈഡിൽ കൂടെ റോഡ് ഉണ്ട് നമുക്ക്. പിന്നെ നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് ഒരു 45 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തളിപ്പറമ്പെന്നും വരാം. തളിപ്പറമ്പെന്നൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 23 കിലോമീറ്റർ ഉള്ളത്. പിന്നെ നമ്മൾ മാതമംഗലത്ത് നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണം ബാക്ക് സൈഡിൽ അതിര് ഇതാക്കണം ഈ കാണുന്ന കെട്ടാണ് ഇവിടുത്തെ അതിര് എന്ന് പറയുന്നത് കണ്ടില്ലേ. ഈ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ക്വാർട്ടേഴ്സ് വേണ്ട വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടാണ് വെക്കേണ്ടത് വെച്ചെങ്കിൽ വീട് വെക്കാം.
അപ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. പിന്നെ അടുത്ത അയൽവാസികളൊക്കെ ആയിട്ട് വീടുകളെല്ലാം ഉണ്ട്. ടൗൺ അടുത്താണ്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ട്. പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ചർച്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അടുത്ത് തന്നെ ഈ 2 മിനിറ്റ് നടന്ന് ഞാൻ അവിടെ ചർച്ചെല്ലാം ഉണ്ട് സ്കൂളിൻ്റെ അടുത്ത് തന്നെ. നമുക്ക് ബാക്ക് സൈഡിൽ അതിരെന്ന് പറഞ്ഞാൽ ഇവിടെ വരെയാണ് ഇതിൻ്റെ അതിര് വരുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണുള്ളത്, പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഇതിനകത്ത് കിണറാണുള്ളത്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അങ്ങോട്ട് വന്നൊക്കെയാണ് നിങ്ങൾ കിണറിൻ്റെ ചുറ്റുഭാഗവും കെട്ടിയിട്ടെല്ലാം ഉണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വറ്റാത്ത ശുദ്ധമായ പച്ചവെള്ളം തന്നെ കുടിക്കട്ടെ. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ, വറ്റാത്ത കിണറാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അല്ലേ? നല്ല വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, വഴിയുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്ക് സൈഡിലോട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ കെട്ട് കാണുന്നതാണ് ഇതിൻ്റെ അതിരെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് ടൗണിൽ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള 100 മീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മൊത്തം 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഫ്രണ്ട്സോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ക്വാർട്ടേഴ്സൊക്കെ എടുക്കാനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. ബൈ.